സരിനത്തരം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നഗരസഭാ മേഖലകളുടെ ആദ്യ 2 റൗണ്ടുകൾ നൽകുന്ന സൂചനകൾ. അങ്ങനെയാണ് പാലക്കാട് 858 വോട്ടുകളുമായി BJP ലീഡ് ചെയ്യുകയാണ്. നമുക്ക് VV അരുണിലേക്ക് കൂടി പോയാൽ ഏറ്റവും കൂടുതൽ വേഗത്തിലുള്ള ആ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടി അറിയാൻ കഴിയും. നമുക്ക് VV അരുണിലേക്ക് കൂടി എത്താം. അതിനു മുമ്പ് പാലക്കാടിന്റെ അവസ്ഥ ഇതാണ്. 858 വോട്ടുകളുമായി BJPയുടെ ലീഡ് തുടരുകയാണ്. ചേലക്കരയിൽ 1890. ചേലക്കരയിലെ വിവരങ്ങൾ വരുന്നതിൽ അല്പം വൈകൽ ഉണ്ടാകുന്നു. 1890 വോട്ടുകൾ, അതായത് ആദ്യ റൗണ്ട് പൂർത്തിയായതിനു ശേഷമുള്ള 2ാം റൗണ്ടിന്റെ ചില കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയ ചിത്രമാണിത്. 1890 വോട്ടുകൾക്ക് UR പ്രദീപ് ചേലക്കരയിൽ ലീഡ് ചെയ്യുന്നു. പാലക്കാട് BJP 858 വോട്ടുകൾക്ക് C കൃഷ്ണകുമാർ. വയനാട്ടിലേക്ക് പോകുമ്പോൾ 2ാം റൗണ്ടാണ് നടക്കുന്നത്. 2ാം റൗണ്ടിന്റെ ടാബുലേഷൻ അല്പസമയത്തിനകം പൂർത്തിയായിട്ട് 2ാം റൗണ്ടിന്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ അല്പസമയത്തിനകം വരും. അവിടെയാണ് 858. പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ് ചിത്രം, അല്ലേ? ചേലക്കര മാറുന്നുണ്ട്. 2583 എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് വലിയൊരു മുന്നേറ്റമാണെന്ന് പറയാൻ കഴിയില്ല. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരും. ഇതല്ലായിരുന്നു കഴിഞ്ഞ തവണത്തെ ട്രെൻഡ്. എന്തായാലും 2583 വോട്ടുകളുടെ ലീഡ് ഇപ്പോഴും ചേലക്കരയിൽ UR പ്രദീപ് LDF. വയനാട്ടിൽ 45,703 എന്നുള്ള കൂറ്റൻ ലീഡിലേക്ക് പ്രിയങ്ക ഗാന്ധി. C കൃഷ്ണകുമാർ BJP 858 വോട്ടിന് മുന്നിൽ. അതാണ് ചിത്രം. ചേലക്കരയിൽ 2583 വോട്ടുകൾ. ചേലക്കരയിൽ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നത് പഞ്ചായത്ത് ദേശമംഗലം പഞ്ചായത്തിന്റെ കൗണ്ടിംഗ് പുരോഗമിക്കുകയാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തി മേഖലയാണ്. ആദ്യം എണ്ണിയതും ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത ശക്ത മേഖലയായ വരവൂർ പഞ്ചായത്ത് ഇപ്പോൾ ദേശമംഗലം പഞ്ചായത്തിലും എണ്ണുന്നു. ദേശമംഗലം പഞ്ചായത്തിലും 14 ബൂത്തുകളാണ്. 2ാം റൗണ്ട് പൂർണ്ണമായും ദേശമംഗലം കൊണ്ട് അവസാനിക്കും. ദേശമംഗലത്തിന്റെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ചിത്രം വരാനുണ്ട്. വരുമ്പോൾ അവിടെയും LDFന്റെ ശക്തി. അതെ,